ഞാനൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് ഞാൻ 3 അല്ലി ഗാർലിക്, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 4 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കാശ്മീർ ചില്ലി ഉപയോഗിക്കണം. ഞാനിപ്പോൾ എരിവുള്ള മുളകാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വേണ്ട ഒരു പാൻ അടുപ്പിലോട്ടേക്ക് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന്. എന്നിട്ട് അരിഞ്ഞ് വെച്ച് ഈ ഇഞ്ചിയും വെള്ളുള്ളിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാൽ മതി. അതിനുശേഷം അരിഞ്ഞ് വെച്ച് സവോളയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയുടെ മണം വേറെ ആണല്ലോ, അപ്പോൾ അത് ഒഴിക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് മുട്ട ആവശ്യത്തിന് പുഴുങ്ങിയത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 4 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഉള്ളി ഏകദേശം ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. തീയൊന്ന് കൂടിപ്പോയിട്ടാ ചെറുതായിട്ട്. ഇത് മനസ്സിലായില്ല എനിക്ക് തീ കൂടിയത്. പിന്നെ പച്ചമുളകൊന്ന് അരിഞ്ഞ് ഇടണം, നീളത്തിൽ ചെറുങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഇടാം. കാശ്മീരി ചില്ലി എടുക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ നിങ്ങൾക്ക്. ഞാനിപ്പോൾ എരിവുള്ള മുളകാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾ പൊടി ഞാൻ കുറച്ചധികം എടുക്കും എപ്പോഴും. മുളക് പൊടി, പിന്നെ ഗരം മസാല കേട്ടോ. ഈ 3 മസാലകളെ വേണ്ട, വേറൊന്നും വേണ്ട. അടുത്ത വേണ്ടത് നമുക്ക് തക്കാളിയാണ്. ഇത് ഒരു 5 മിനിറ്റോളം വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റണം കേട്ടോ, ചെറിയ തീരെ. തക്കാളി ഒരെണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതങ്ങ് മാറ്റുക. ഇത് മാറ്റുന്ന വെച്ചാൽ എനിക്ക് പുളി വേണ്ട മുട്ട റോസ്റ്റിന്, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഞാനൊന്ന് മാറ്റുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. എനിക്ക് ഇത് ഗ്രേവി പോലെ വേണമെങ്കിൽ ഗ്രേവി പോലെ ആക്കാം. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കാറ്, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ പരിപാടി ഓക്കെയായി. ഞാൻ മല്ലിയില ഇടുന്നില്ല, എൻ്റെ ഇല്ല. അതുപോലെ തന്നെ എൻ്റെ ടൈലറിങ്ങിൻ്റെ ഒരു ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം.